നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ടോട്ടൻഹാം അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സ്വന്തം മൈതാനമായ ഓൾഡ് ട്രഫോർഡിലാണ് യുണൈറ്റഡ് ഇങ്ങനെ തകർന്നടിഞ്ഞിട്ടുള്ളത്. അവരുടെ ഗോൾ കീപ്പറായ ഒനാനയുടെ ഒരു മികച്ച പ്രകടനം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു മാർജിനിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തോൽക്കേണ്ടി വരുമായിരുന്നു. യുണൈറ്റഡിൻ്റെ പരിശീലകനായ എറിക് ടെൻ ഹാഗിനെ പുറത്താക്കണം, ആ ഒരു ആവശ്യം ഉയർന്നു തുടങ്ങിയിട്ട് കാലമേറെയായി. ആരാധകർ ഇപ്പോഴും അത് ഉയർത്തുന്നുണ്ട്. എന്നാൽ പുറത്താകുന്നതിനെക്കുറിച്ച് താൻ ചിന്തിക്കുന്നില്ല എന്നാണ് ടെൻ ഹാഗ് പറഞ്ഞിട്ടുള്ളത്. യുണൈറ്റഡ് മികച്ച നിലയിലേക്ക് മാറാൻ ഇനിയും സമയം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പുറത്താക്കപ്പെടുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മാനേജ്മെൻറ്റും സ്റ്റാഫുകളും ഞാനും താരങ്ങളും ഒക്കെ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത്. ഇതിന് കുറച്ച് സമയമെടുക്കും. ഞങ്ങളെല്ലാവരും ഒരേ പേജിലാണ് ഉള്ളത്. ഇതാണ് യുണൈറ്റഡിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഉള്ളത്. പ്രീമിയർ ലീഗിൽ 6 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 2 മത്സരങ്ങളിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 3 മത്സരങ്ങളിൽ അവർ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവസാനമായി കളിച്ച 3 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല. ഇനിയും കാര്യങ്ങൾ സങ്കീർണമായാൽ എറിക് ടെൻ ഹാഗിൻ്റെ ആ ഒരു പരിശീലക സ്ഥാനം നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യതകൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.